ഫ്രണ്ട്സ് വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്ന് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്ന് പറയുന്ന ഈ 3 സബ്ജക്ട്സ് എങ്ങനെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എങ്ങനെ ഇത് പഠിക്കാം എന്നുള്ളത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഈ പറയുന്ന 3 ഏരിയാസും വളരെയധികം നന്നായിട്ട് പഠിക്കാൻ സാധിച്ച കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യാട്ടോ നിങ്ങളുമായിട്ട്. അങ്ങനെ ഒരു കമന്റ് കണ്ടിരുന്നു, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇതിനു മുൻപ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ബെറ്റർ ആയിട്ട് പഠിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതുപോലെ ഏതൊക്കെ NCERT പാഠഭാഗങ്ങൾ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സയൻസിന്റെ സ്പെഷ്യൽ ആയിട്ട് NCERTയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാട്ടോ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഉടനെ തന്നെ ചെയ്യാം. പഠനമൊക്കെ നിങ്ങളുടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പഠനം കൊണ്ടുപോകാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് എന്താണ് ഉഷാറായിട്ട് പഠിക്കാൻ തോന്നും. റാൻഡമായിട്ട് പഠിക്കാത്ത ഓരോ ദിവസവും കൃത്യമായിട്ട് എവിടെ വരെ പഠിച്ചു എന്നൊക്കെ കൃത്യമായിട്ട് ഇതാക്കി പോവുക. റിവിഷൻ എന്ന് പറയുന്ന പ്രോസസ്സും കൃത്യമായിട്ട് നടത്തുക. അതിൽ യാതൊരു വിട്ടുവീഴ്ച, കാരണം റിവിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ പഠിച്ചതൊക്കെ നമ്മുടെ മെമ്മറി നിൽക്കുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഈ ഇടുന്ന വീഡിയോ തന്നെ നൈറ്റിൽ ചെയ്ത് എഡിറ്റ് ചെയ്തിടുന്നതാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാനിരിക്കുന്നവർക്ക് ഹെൽപ്ഫുൾ ആകേണ്ടത് ഇപ്പോൾ രാവിലെയാണ് കൂടുതൽ പേരും പഠിക്കാനിരിക്കുന്നവരുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിനി മാക്സിമം വീഡിയോസ് മോർണിംഗ് 7 AM അല്ലെങ്കിൽ നൈറ്റ് 7 PM ഇടാനാണ് കേട്ടോ ശ്രമിക്കുക. എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂസോ അല്ലെങ്കിൽ വേറെ വല്ല കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും ടൈമിങ്സിൽ വ്യത്യാസം വരുള്ളൂ. അതുപോലെ എന്തെങ്കിലും അർജൻറ്റായിട്ടുള്ള PSC അപ്ഡേറ്റ്സോ അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറും. യൂഷ്വലി ഇടാൻ ഇനി പ്ലാൻ ചെയ്യുന്നത് ഈ 2 ടൈമിങ്സിലാണ്. ഓക്കെ, അപ്പോൾ കാണാൻ നിങ്ങളോടൊന്ന് പറഞ്ഞോളൂ കേട്ടോ. ആക്ച്വലി മാത്സ് എന്ന് പറയുന്ന ഏരിയയ്ക്ക്, അതായത് നമ്മളുടെ മെന്റൽ എബിലിറ്റി, റീസണിങ് ഇതൊക്കെ വരുന്നതാണല്ലോ. അപ്പോൾ ഈ ഒരു ഏരിയ SCERT പാഠഭാഗങ്ങൾ ഉണ്ട് കേട്ടോ നോക്കേണ്ടത്. മാത്സിന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാനത് പറയാം ഏതൊക്കെയാ SCERT പാഠഭാഗങ്ങൾ. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ക്ലാസ്സസ് നോക്കിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. മാത്സ് എന്ന് പറയുന്ന ഒരു ഏരിയ. ഓക്കെ, എന്തായാലും മാത്സ് പഠിക്കുന്നവർ ഇപ്പോൾ കുറേയധികം പേർക്ക് ഈസി ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആയിരിക്കും കേട്ടോ മാത്സ്. മാക്സിമം ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം പറയാൻ ശ്രമിക്കും, നന്നായി പഠിക്കേണ്ട രീതികൾ. ഇൻ കേസ് വീഡിയോയുടെ ലെങ്ത് വളരെയധികം കൂടുതലാവുകയാണെങ്കിൽ വേറൊരു വീഡിയോയിലായിരിക്കും എനിക്ക് ഇംഗ്ലീഷ്, മലയാളം ചിലപ്പോൾ പറയാൻ സാധിക്കാം കേട്ടോ. അപ്പോൾ മാത്സ് എന്ന് പറയുന്ന ഏരിയ ഒട്ടുമേ സെറ്റ് ആവാത്തവരുണ്ട്. ഓക്കെ, കാരണം അത് ബേസ് സ്ട്രോങ് ആവാത്തതുകൊണ്ടാണ് മാത്സ് പലപ്പോഴും പലർക്കും പാടാകുന്നത് കേട്ടോ. ഇപ്പോൾ തുടക്കത്തിൽ ഇപ്പോൾ എനിക്കും ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്ട് മാത്സ് ആണ്. തുടക്കത്തിൽ ഞാൻ ഇപ്പോൾ നമുക്ക് ചെറുപ്പത്തിൽ പറയുമല്ലോ, നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയം ഭയങ്കര പാട് മാത്സ് ആണ്. പക്ഷെ പിന്നീട് അങ്ങോട്ട് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ബേസ് സ്ട്രോങ് ആവാത്തതുകൊണ്ടാണ് നമുക്ക് മാത്സ് ഭയങ്കര ടഫായിട്ട് തോന്നുന്നത്. ഓക്കെ, ഇപ്പോൾ മാത്സ് കുഴപ്പമില്ല, നമുക്ക് കൈകാര്യം ചെയ്യാം എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് ഞാനും ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫൗണ്ടേഷൻ ശരിയല്ലാത്തത്. നമ്മൾ ഈ പഠിക്കുന്ന ഏരിയാസിന്റെയൊക്കെ അടിസ്ഥാനം എങ്ങനെ വന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അറിവില്ല. അതുകൊണ്ടാണ് നമുക്ക് എല്ലാം ടഫായിട്ട് തോന്നുന്നത്. നമ്മൾ ജസ്റ്റ് ബൈ ഹാർട്ട് ആയിട്ടായിരിക്കും പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ ബേസ് സ്ട്രോങ് ആക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ആദ്യമേ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ് വെച്ചിട്ടാണ് തുടങ്ങാൻ പറയുന്നത്. ഓക്കെ, അതായത് ഏതൊക്കെ തരത്തിലുള്ള നമ്പേഴ്സ് ഉണ്ട്, ഇപ്പോൾ ഹോൾ നമ്പേഴ്സ്, ഫ്രാക്ഷൻസ്, ഇറാഷണൽസ്, അതുപോലെ എന്താ പറയുക, ഇതിൻ്റെയൊക്കെ മലയാളം കൃത്യമായിട്ട് നോക്കണോട്ടോ. ഞാൻ ജസ്റ്റ് പറയുമ്പോൾ ഒരു ഫ്ലോയിൽ ഇംഗ്ലീഷിൽ പറയുന്നതിന് പോകുന്നതാണ്. ഇൻറ്റിജേഴ്സ്, പെർഫെക്റ്റ് നമ്പേഴ്സ്, ഓക്കെ, അതുപോലെ പ്രൈംസ്, ഇതൊക്കെ ഓരോന്നിനും എന്തൊക്കെ തരത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഹോൾ നമ്പേഴ്സ് തുടങ്ങുമ്പോൾ നമുക്കറിയാം 0 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. എന്നാൽ നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3 അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ ഈ പറയുന്ന എന്താണ് ഏതൊക്കെ തരത്തിലുള്ള നമ്പേഴ്സ് ഉണ്ട്, നമുക്ക് ഏതൊക്കെ ഓപ്പറേഷൻസ് നമുക്കറിയാം, പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവിഷൻ, ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. പക്ഷെ ഇത് ഒരു ബോർഡ് മാസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ, നമുക്കറിയാം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ പറയുന്ന കാൽക്കുലേഷൻസ് നടത്തുന്നത്, ഇതിനാദ്യം പ്രിഫറൻസ് കൊടുക്കണം, ബ്രാക്കറ്റ്, ഓഫ് അല്ലെ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. സ്റ്റിൽ ഇത് ബുദ്ധിമുട്ടുള്ളവരുണ്ടായിരിക്കാം. ഓക്കെ, കാരണം കുറേയധികം ചെയ്ത് കാണാത്തതിൻ്റെ ആയിരിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവർ ആദ്യമേ ബേസിക് ഓപ്പറേഷൻസും നമ്പേഴ്സും പഠിക്കാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ നമ്പേഴ്സും ആൻഡ് ബേസിക് ഓപ്പറേഷൻസിൽ നമ്മൾ കേവലം സംഖ്യകൾ ഏതൊക്കെയാണെന്ന് മാത്രമല്ല മനസ്സിലാക്കുക, ഈ പറയുന്ന കാൽക്കുലേഷൻസ് മാത്രമല്ല, നമുക്കൊരു നമ്പർ, ഒരു വലിയൊരു സംഖ്യ തന്നു കഴിഞ്ഞാൽ അത് ഏതിൻ്റെ മൾട്ടിപ്പിൾ ആണ്, അത് ഏത് നമ്പർ കൊണ്ട് ഡിവിസിബിൾ ആണ് എന്നുള്ള കാര്യങ്ങളും നമ്മൾ ഈ ഒരു ഏരിയയുടെ അണ്ടറിലാണ് പഠിക്കുക. ഓക്കെ, നിങ്ങൾക്കത് അറിയിക്കും, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണത്. ഓക്കെ, അപ്പോൾ നമ്മൾ കേവലം ഇതെനിക്ക് അറിയാവുന്നതാണെന്ന് പറഞ്ഞ് നിസ്സാരാക്കി വെക്കരുത്. അറിയാത്തവരുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ച് തന്നെ നോക്കാം. ഒരു പ്രാവശ്യം നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ പരീക്ഷകൾക്കും നമുക്കത് ഓക്കെ ആയിരിക്കും, സെറ്റ് ആയിരിക്കും. ഓക്കെ, പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലും നോക്കിയാൽ മതി. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നീട് അങ്ങോട്ട് നോക്കിയാൽ മതി. അപ്പോൾ 11 വരെയുള്ള സംഖ്യകൾ ഡിവിസിബിലിറ്റി റൂൾസ് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം പഠിച്ചാൽ മതി.
അത് കൃത്യമായിട്ട് തന്നെ പഠിക്കുക. അത് എങ്ങനെയാണുള്ളത് അത് നമുക്കിപ്പോൾ ഒരു റാങ്ക് ഫയൽ നോക്കിയിട്ടാണെങ്കിലും നിങ്ങൾക്കത് പഠിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ യൂട്യൂബിൽ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഇപ്പോൾ കോച്ചിങ് ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ അവർക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ജെറിൻ സാറിൻ്റെയൊക്കെ ക്ലാസ് നിങ്ങൾക്ക് അറിയായിരിക്കും. കുറേയധികം അദ്ദേഹത്തിൻ്റെ ക്ലാസ്സും ഉണ്ട്. അതുപോലെ നിങ്ങളിപ്പോൾ ഈ ഒരു ഏരിയയൊക്കെ ടൈപ്പ് ചെയ്താൽ കുറേയധികം വേറെ സാറന്മാരും ഒക്കെ എടുക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് അവരുടെ കേൾക്കുക എന്നുള്ളതാണ്. ഓക്കെ, പ്ലേ ബാക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് ഏതൊരു വീഡിയോയും നമ്മുടെ കംഫർട്ട് സോണിൽ ഇരുന്ന് കാണാം. അപ്പോൾ ബേസിക് സ്ട്രോങ് ആക്കി എടുക്കുക. ഞാൻ കൂടുതലും ജെറിൻ സാറിൻ്റെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സസ് എനിക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പല കാര്യങ്ങളും ട്രിക്സിലൂടെയും വളരെയധികം മനസ്സിലാക്കുന്ന രീതിയിലാണ് അദ്ദേഹം ക്ലാസ് എടുക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പം പല എക്സാംസിനും മുന്നോടിയായിട്ട് ജസ്റ്റ് ആ ഒരു ടൈമിൽ നോക്കുമ്പോൾ പോലും നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ കത്താൻ സഹായിക്കും. എനിക്ക് എസ്പെഷ്യലി ടൈം ആൻഡ് വർക്ക് ഒക്കെ കൂടുതലും എളുപ്പമാവാൻ കാരണം അദ്ദേഹത്തിൻ്റെയൊക്കെ ക്ലാസ്സസ് കേട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു റാങ്ക് ഫയലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ഇക്വേഷൻസ് ഒക്കെയാണ് നമ്മൾ കാണുക. ഇപ്പോൾ ഇക്വേഷൻസ് ഓർമ്മിച്ച് വെക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ അങ്ങനെയുള്ള ടിപ്സും ട്രിക്സും ഒക്കെ പറയുന്ന ക്ലാസ്സുകൾ കേൾക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ കണ്ടത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഓരോ ദിവസവും എന്ത് ചെയ്യാം, ഇപ്പോൾ ബാക്കിയുള്ള തിയറി വൈസ് പഠിക്കുന്ന കാര്യങ്ങളുടെ ഇതിൽ അത് മടിക്കുമ്പോൾ മാത്സ് കുറച്ചീശെ എന്ത് ചെയ്യാം, ഓരോ ദിവസവും പഠിച്ചെടുക്കാം. ഇപ്പോൾ ഒരു ദിവസം നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ് നോക്കി നമുക്ക് ഒറ്റ ഇരിപ്പിന് തന്നെ നോക്കി തീരാവുന്നതേ ഉള്ളൂ. പക്ഷേ നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് കട്ട് ചെയ്ത് ഒരു 2 ദിവസം കൊണ്ടൊക്കെ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ് ഒക്കെ തീർക്കാൻ സാധിക്കും. ഓക്കെ ഓക്കെ ദെൻ ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽ നമ്പേഴ്സ്. ഇതിൽ ആക്ച്വലി നമുക്കറിയാം ഈ P/Q ഫോമിൽ എഴുതുന്നതാണ് ഫ്രാക്ഷൻസ്. Q നോട്ട് ഈക്വൽ ടു 0 എന്നുള്ളത് നമുക്കറിയാം. ഇതാണ് ഒരു ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. പിന്നെ ഡെസിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ 0.1 അല്ലെങ്കിൽ പോയിന്റ് ഫോമിൽ എഴുതുന്നതാണ്. ഈ ഒരു അറിവല്ല അവിടെ ബേസിക്കലി ഉദ്ദേശിക്കുന്നതെന്ന് ഇപ്പോൾ പഠിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയുന്ന സംഭവത്തിൽ നമുക്ക് ഈ ഫ്രാക്ഷനിൽ നിന്ന് എങ്ങനെ ഡെസിമലിലോട്ട് പോകാം, ഡെസിമലിൽ നിന്ന് എങ്ങനെ ഫ്രാക്ഷൻ ആക്കാം, അതുപോലെ ഇങ്ങനെ ഇപ്പോൾ 0.1/0.05 ഇതിന്റെ വാല്യൂ എന്തായിരിക്കും ആൻസർ. കുറേയധികം പൂജ്യങ്ങൾ ഇട്ടിട്ട് നമ്മളോട് ഇതിന്റെ ആൻസർ എന്തായിരിക്കും അങ്ങനെയൊക്കെ ചോദിക്കാം. ഇനി ഇതിന്റെ ആൻസർ ഒരു സാധനം തന്നിട്ട് നമ്മളോട് ചിലപ്പോൾ വേറെ ഏതാണെന്ന് ചോദിക്കും. ഇതേ വാല്യൂസ് ഇട്ടിട്ടുള്ളതായിരിക്കും, ഇപ്പോൾ ഇൻഡു ഇട്ടിട്ടുള്ളത്. അങ്ങനെ കുറേയധികം ടൈപ്പ് ഓഫ് കാൽക്കുലേഷൻസ് ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽ നമ്പേഴ്സ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു സെക്ഷൻ അത്യാവശ്യം വേറൊരു 2 ദിവസം എടുത്ത് നോക്കും. ഓക്കെ, നമുക്ക് ഏറ്റവും ഇപ്പോൾ ഈ പറയുന്ന ഏരിയാസ് ഒക്കെ സ്ട്രെസ്, അതായത് ഓൾറെഡി ഓക്കെ ആയിട്ടിരിക്കുന്നവർ ഇത് വീണ്ടും ആദ്യം തൊട്ട് തുടങ്ങണമെന്നൊന്നുമില്ല. ഈ പറയുന്ന നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസും ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽ നമ്പേഴ്സ് തമ്മിലുള്ള എല്ലാ തരത്തിലുള്ള വ്യവഹാരങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് നോ പ്രോബ്ലം. നമ്മൾ ചിന്തിച്ച് ചെയ്യേണ്ട പ്രോബ്ലംസ് ആയിട്ടുള്ള സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ടൈം ആൻഡ് വർക്ക്, ആ ഏരിയയിലോട്ടൊക്കെ കിടക്കാൻ സാധിക്കും. ഓക്കെ, ഇത് ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യുക, ഈ പറയുന്ന ഈ ഒരു ഓർഡറിൽ തന്നെ പോകാൻ ശ്രമിക്കുക. ഓക്കെ, ദെൻ ശതമാനം, പെർസെൻറ്റേജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമുക്ക് ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ പെർസെൻറ്റേജിലോട്ടാക്കാം. കുറേയധികം പെർസെൻറ്റേജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക്. ഓക്കെ, അതിന് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ക്ലാസ്സുകളായിരിക്കും കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആകും. ഇപ്പോൾ യൂട്യൂബിലൊക്കെ പെർസെൻറ്റേജ് റിലേറ്റഡ് ആയിട്ടൊക്കെ ക്ലാസ്സുകൾ കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ലാഭവും നഷ്ടം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള പ്രോബ്ലംസ് അതുകൊണ്ട് വരാം കേട്ടോ. നമ്മൾ കേവലം വിചാരിക്കും എന്താണ്, നമ്മളിപ്പോൾ ഒരു റാങ്ക് ഫയൽ നോക്കുകയാണെങ്കിൽ അതിൽ കുറേ ടൈപ്പുകളുണ്ട്. ഇപ്പോൾ ടൈപ്പ് 1, ടൈപ്പ് 2, കുറേ ടൈപ്സിൽ നമ്മൾ പ്രോബ്ലംസ് ചെയ്യും. അത് മാത്രമേ വരുള്ളൂ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, വളരെ അധികം അനന്ത സാധ്യതകളുള്ളതാണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ടൈം ആൻഡ് വർക്ക്, ഇൻട്രസ്റ്റ് ഒക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങളിപ്പോൾ ഈ പറയുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് തൊട്ട് അങ്ങോട്ട് പറയുന്ന കുറച്ചൊക്കെ ചിലർക്കെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയാസ് ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ നോക്കുമ്പോൾ കുറേയധികം ടൈപ്സ് ഉണ്ട് ഇതിൽ. ഓരോ കാറ്റഗറിയുടെ അണ്ടറിലും കുറേയധികം ടൈപ്പുകളിൽ ക്ലാസ്സുകൾ ഇപ്പം ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് ഓരോ ടൈപ്പിൻ്റെയും പ്രത്യേകത എന്താണ്, അത് ഏതൊക്കെ സമയത്താണ്, ഇപ്പോൾ ഇക്വേഷൻ ആണെങ്കിൽ ആ ഒരു ഇക്വേഷൻ ഏത് സമയത്താണ് ഉപയോഗിക്കേണ്ടത്. നമുക്ക് ഇതിനൊക്കെ ഇക്വേഷനും ഉണ്ട്, എന്നാൽ എന്താ പറയുക, ലോജിക്കലി നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന വഴികളുണ്ട്. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ, ഇക്വേഷൻ ആണെങ്കിൽ ഇക്വേഷൻ, ഇനി ലോജിക്കലി ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ. കൂടുതലും നമുക്കൊരു എന്താണ് ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ ആൻസറുകൾ കിട്ടേണ്ടതുള്ളത് കൊണ്ട് കൂടുതലും ലോജിക്കലി ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ ഇക്വേഷൻസ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നവർ അതും ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ബേസിക്കലി പ്രോഫിറ്റ് ആൻഡ് ലോസിന് ഇക്വേഷൻസ് ഉണ്ട്, പക്ഷേ ഞാൻ കൂടുതലും ലോജിക്കലിയാണ് കണക്ട് ചെയ്യാൻ ശ്രമിക്കാറുള്ളത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് വെച്ചിട്ട് എനിക്കതാണ് കൂടുതലും എളുപ്പം. കിട്ടും. നമ്മൾ ഇക്വേഷൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസറിലേക്ക് എത്തുമ്പോൾ കുറേയധികം സമയം പിടിക്കും. അപ്പോൾ എനിക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് ആ ഒരു ഏരിയയാണ്, ലോജിക്കലി ചെയ്യുന്നതാണ്. ഇക്വേഷൻസ് വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ ഇങ്ങനെ ഓരോ കാറ്റഗറിയിലും കുറേയധികം ഇക്വേഷൻസ് ഉണ്ട്. അത് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ലോജിക്കലി ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ പഠിക്കാൻ ശ്രമിക്കുക കൂടുതലും. അപ്പോൾ എനിക്ക്
എടുക്കാൻ പറ്റുന്നതുണ്ടെങ്കിൽ ഞാൻ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു അറ്റ് എ ടൈം നമ്മളൊരു ടൈപ്പ് ഡിസ്കസ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. പിന്നീട് അങ്ങോട്ട് ഏതൊരു പ്രോബ്ലം വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു മോഡൽ കിട്ടേണ്ട താമസം, നമുക്ക് ആ ഒരു ഐഡിയ കിട്ടാത്തതുകൊണ്ടാണ്. ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് നമുക്കൊരു ഐഡിയ കിട്ടാത്തതുകൊണ്ടാണ് നമുക്കൊരു ആൻസറിലേക്ക് എത്താൻ പറ്റുന്നത്. പക്ഷേ നമുക്കിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, നമുക്കൊരു ഒരു മോഡൽ ഒരാൾ ചെയ്ത് തന്നാൽ നമുക്ക് പിന്നീട് അങ്ങോട്ട് അതേ മോഡലിൽ തരുന്ന എല്ലാ ക്വസ്റ്റൻസും ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും. അല്ലെ, എങ്ങനെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ ചിലപ്പോൾ എല്ലാം ഓർമ്മയിൽ നിൽക്കണമെന്നില്ല. പക്ഷേ ഇതാണെങ്കിൽ നമുക്ക് എങ്ങനെയാണെങ്കിലും ഉത്തരത്തിലേക്ക് എത്താനുള്ള ഒരു ഐഡിയ കിട്ടും. എസ്പെഷ്യലി ടൈം ആൻഡ് വർക്ക് ഒക്കെ കേട്ടോ. അതിനൊക്കെ കൂടുതലും നമുക്ക് ഇക്വേഷൻസിനേക്കാളും ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറുള്ളത് ലോജിക്കലി ചെയ്യുന്ന കാര്യങ്ങളാണ്. എനിക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാറുള്ളതും അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഏരിയാസ് ഉണ്ടല്ലോ, ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, ആവറേജ്, ഇത്രയും പറയുന്ന ഏരിയാസ് ഒക്കെ അത്യാവശ്യം ടൈം എടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. ഒറ്റ ദിവസം കൊണ്ട് ഇപ്പം ബാക്കിയുള്ള ഇപ്പം നമ്മൾ പറഞ്ഞ ബേസിക് ഓപ്പറേഷൻസും ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽ നമ്പേഴ്സും പെർസെൻറ്റേജും പറഞ്ഞ പോലെ 2 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഏരിയ നല്ലത്. ഇത് അത്യാവശ്യം ദിവസങ്ങൾ എടുത്ത് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് തുടക്കത്തിൽ ഒന്ന് സെറ്റ് ആക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ഇതിൻ്റെ എന്ത് ചെയ്യുക, ബേസിക് മനസ്സിലാക്കുക. ഓരോ ടൈപ്പ് പ്രോബ്ലത്തിലും എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അതിനുശേഷം അതിൻ്റെ വെച്ചിട്ടുള്ള പല ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ചെയ്യാം. ഇപ്പൊ നിങ്ങളൊരു റാങ്ക് ഫയൽ നോക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവും, അത് ചെയ്യുക. ഒപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് ആൻസർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ വീക്കെൻഡിൽ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ എന്താണ് ആൻസറിങ് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ജസ്റ്റ് നോക്കുന്ന പറഞ്ഞല്ലോ, അത് ചെയ്യുന്നതോടൊപ്പം നമ്മൾ എന്ത് ഇങ്ങനത്തെ മാത്സിന്റെ ഏരിയ വരുമ്പോൾ കൂടുതലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് നോക്കുക, എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്, അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ. എന്തൊക്കെ ചെയ്താലും നിങ്ങൾ ഇപ്പോൾ ഏത് മാത്സിന്റെ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും മാത്സിന്റെ ഏരിയയിൽ ഈ പറയുന്ന എല്ലാ പോർഷനിലും എന്തുണ്ടാവും, ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒട്ടുമിക്ക എല്ലാ ചോദ്യ പേപ്പറിലും ഉണ്ടാവും. ഏതെങ്കിലും റെയർ ആയിട്ട് കുറച്ചെണ്ണത്തിൽ മാത്രമേ ഉണ്ടാവാതിരിക്കുള്ളൂ. അപ്പോൾ ഓരോ പ്രോബ്ലം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ലാസ്റ്റ് നോക്കുക. ഓക്കെ, എല്ലാ ടൈപ്പുകളും ചെയ്ത് പഠിച്ചതിന് ശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം ആൻസർ ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് സ്പീഡ് ആകും. മാക്സിമം പ്രോബ്ലംസ് കണ്ട് പരിശീലിക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, SCERT പാഠഭാഗങ്ങൾ വേണമെങ്കിൽ പഠിക്കേണ്ടതായിട്ടുള്ള SCERT പാഠഭാഗങ്ങളുണ്ട്. അപ്പോൾ അതിലും കുറേ പ്രോബ്ലംസ് ഉണ്ട്. അതിൽ കുറച്ചും കൂടി ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ്. നമുക്കിപ്പോൾ നമ്മളുടെ സമയം എന്താണ് പെട്ടെന്ന് തീരാൻ പാകത്തിലുള്ള പ്രോബ്ലംസ് കണ്ടിട്ടില്ലേ, കുറേ നേരം നമ്മൾ അതിലിങ്ങനെ നോക്കിയിരിക്കും. പക്ഷേ ഉത്തരത്തിലെത്താൻ ചിലപ്പോൾ ചെറിയൊരു പോയിന്റ് മതിയായിരിക്കും. ഓക്കെ, ചെറിയൊരു എന്തെങ്കിലും ഒരു ട്രിക്കിലൂടെ ആയിരിക്കും നമ്മൾ ആ ഉത്തരത്തിലേക്ക് എത്തുക. പക്ഷെ ആ ചോദ്യം വായിച്ച് തീരുമ്പോൾ തന്നെ പകുതി സമയം പോകും. അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് മിക്കവാറും SCERT പാഠഭാഗങ്ങളിൽ നിന്നൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്യാവശ്യം സമയം എടുത്ത് തന്നെ പഠിക്കുക. അത് ധൃതിയിലൊന്നും തീർക്കാൻ നിൽക്കേണ്ട. നിങ്ങൾ ഇപ്പോൾ ഏത് സബ്ജക്റ്റ് ഇപ്പോൾ ഓരോ ദിവസവും തിയറി വൈസ് പഠിക്കേണ്ടത് പഠിക്കുക. അതിനോടൊപ്പം കുറച്ച് നമ്മളിങ്ങനെ ബുദ്ധിമുട്ടാകുമ്പോൾ, അതായത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തിയറി വൈസുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കുന്നത് ഇങ്ങനെ കണ്ടിന്യൂസ്, ഇപ്പോൾ ജോഗ്രഫി, ഹിസ്റ്ററി അങ്ങനെ തന്നെ വായിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ബോറടിക്കല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് മാത്സ് ചെയ്യാം. മിക്കവാറും നിങ്ങൾ ചെയ്യേണ്ടത് ഉച്ചയ്ക്ക് ശേഷം മാത്സ് വെക്കാൻ നോക്കുക. കാരണം ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഈ കുറേ വായിക്കുമ്പോൾ ഉറക്കമൊക്കെ വരും. അങ്ങനെയുള്ള സാധ്യതയുണ്ട്. ഞാൻ എല്ലാവരുടെയും കാര്യമല്ല പറഞ്ഞാൽ, ചിലരുടെ കാര്യം പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഈ മാത്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഉത്തരത്തിലേക്ക് എത്താനുള്ള ഒരു എന്താണ് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ത്വരയായിരിക്കും. ഓക്കെ, നമ്മൾ പെട്ടെന്ന് എങ്ങനെയെങ്കിലും ക്യാൻസറിലേക്ക് എത്താൻ, അപ്പോൾ നമ്മളിങ്ങനെ കാൽക്കുലേഷൻസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു ഇൻട്രസ്റ്റ് കൂടും. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം എന്ത് ചെയ്യാൻ നോക്കുക, മാത്സ് ചെയ്യാൻ നോക്കുക. അല്ല, നമ്മൾ കുറച്ചും കൂടെ എന്താണ് ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയത്ത് വായിക്കേണ്ട കാര്യങ്ങൾ വായിക്കുക. ഓക്കെ, ബാക്കി പഠിക്കേണ്ട ഹിസ്റ്ററി, ജിയോഗ്രഫി, ഫിസിക്സ്, കെമിസ്ട്രി അങ്ങനെയുള്ള സബ്ജക്റ്റും കൂടെ എന്താണ് ഡൾ ആയിരിക്കുന്ന സമയത്ത് മാത്സ് പോലത്തെ സബ്ജക്റ്റുകൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ കാൽക്കുലേഷൻസ് കൈകൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടെ എന്താവും, ആക്റ്റീവ് ആവും. അപ്പോൾ നമ്മുടെ മൈൻഡ് കുറച്ചും കൂടെ ഫ്രഷ് ആയി വരും. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ അതിൽ എന്താ ഉത്തരം കിട്ടാത്തെന്നുള്ളൊരു ജിജ്ഞാസയിൽ ചെയ്യാൻ. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂട്ടോ. ചിലപ്പോൾ ചെയ്യണവരായിരിക്കും, ഫ്രഷ് ആയിട്ട് തുടങ്ങുന്നവരാണെങ്കിൽ ഇതൊന്നും ചെയ്തു നോക്കും. ഞാൻ എൻ്റെ ഒരു സജഷൻ പറഞ്ഞെന്നുള്ളൂ. പിന്നെ മാക്സിമം നമ്മളിപ്പോൾ എന്താണ് ഈ ടൈപ്പുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ജസ്റ്റ് കണ്ട് അതിൻ്റെ ഇതെന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ബൈഹാർട്ടായിട്ട് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓരോ ടൈപ്പുകൾ, ഇത്ര ടൈപ്പുകൾ ഉണ്ടെന്ന് അതൊന്ന് എന്താണ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അത് ബൈഹാർട്ട് ചെയ്യാം. ഓക്കെ, വെറുതെ കാണാപ്പാടം പഠിക്കാനല്ല ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഏത് ടൈപ്പാണ് പെട്ടെന്നൊരു ചോദ്യം കാണുമ്പോൾ മനസ്സിലാകും. ഓക്കെ, എന്നിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇത് ഏത് ടൈപ്പ് വരുന്നത് നമുക്ക് പെട്ടെന്ന് കത്തും. കാരണം നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത്, അതാണ് ഞാൻ പറഞ്ഞത്, അത്യാവശ്യം ദിവസങ്ങൾ എടുത്തിട്ടാണെങ്കിലും ഈ പറയുന്ന ഏരിയാസ് ഒക്കെ ഒന്ന് ഓരോന്ന് തിരിച്ച് ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒരു 3-4 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും, നോക്കിയിട്ട് ചെയ്യാം. ഓരോ ദിവസവും കട്ട് ചെയ്ത് ഓരോ ടൈപ്പുകൾ നോക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഒരാഴ്ച കൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ആ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യുക. ടൈപ്പുകളെല്ലാം ഓരോ ദിവസവും കൃത്യമായിട്ട് തിരിച്ച് നോക്കിയിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതാക്കി സെറ്റാക്കുക. അങ്ങനെ നമുക്കിത് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുള്ളവർ അത്യാവശ്യം ടൈം എടുത്ത് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ദെൻ അതുപോലെ ഇപ്പോൾ ഈ ആവറേജിൻ്റെ ഒക്കെ ഏരിയ, അതൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞാൽ എല്ലാത്തിനും ട്രിക്സ് ഉണ്ട്. നിങ്ങൾക്ക് അതാണ് എളുപ്പമെങ്കിൽ അങ്ങനെ പഠിക്കുന്നതായിരിക്കും എളുപ്പം. പിന്നെ ഇതിൽ പറയുന്ന ലോ ഓഫ് എക്സ്പോണൻസ് എന്ന് പറയുന്നുണ്ടല്ലോ, അത് ജസ്റ്റ് നമുക്ക് കുറേ ഒന്നും വരാറില്ല, അത് ബേസിക് നോളജാണ്. എക്സ്പോണൻസിൻ്റെ നമ്മളിപ്പോൾ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ് പറഞ്ഞ പോലെ തന്നെയാണ് എക്സ്പോണൻസിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ലോസ് ഉണ്ട്. a⁻m × a⁻n = a⁻m+n. ഇതാണ്, ഇങ്ങനെയുള്ള ലോസ് ആണ് ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി ഇങ്ങനെയുള്ളതൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഇതൊക്കെ അറ്റ് എ ടൈം നിങ്ങൾ പഠിച്ചാൽ മതി. ഇപ്പോൾ ഏത് മാത്സിൻ്റെ ഏരിയ ആണെങ്കിൽ നമ്മൾ പ്രാവശ്യം പഠിച്ചാൽ മതി, നമുക്കിത് മനസ്സിലാകും. പക്ഷേ അതിൻ്റെ ബേസിക് കാര്യങ്ങൾ പ്രാവശ്യം പഠിച്ചാൽ നമുക്ക് എന്താണ് ഏത് പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഡിഫിക്കൽട്ടി ലെവൽ കൂടുതലുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, പരിശീലിക്കേണ്ടി വരും. അപ്പോഴാണ് നമുക്ക് ഒരു ഗൈഡൻസ് ആവശ്യമായിട്ട് വരിക. ഓക്കെ, അപ്പോൾ അതിന് കുറേയധികം പ്രോബ്ലംസ്
ചെയ്ത് നോക്കേണ്ടി വരും. ഓരോരോ പേപ്പറിൽ വരുന്നതൊക്കെ മനസ്സിലാക്കുക. അത് അങ്ങനെ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഈ എക്സ്പോണൻസിൻ്റെ ഒക്കെ ലോസ് നമുക്ക് കുറച്ച് നേരം കൊണ്ടൊക്കെ തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. കുറേ നേരമൊന്നും വേണ്ട. നിങ്ങൾക്കത് ഏതൊരു ബുക്ക് നോക്കിയിട്ടാണെങ്കിലും പഠിക്കാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ഈ മെൻസറേഷൻ എന്ന് പറയുന്ന ഏരിയ, ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങളിപ്പോൾ LDCക്ക് ശ്രദ്ധിച്ച് കാണും, ഒരു സ്റ്റേജിന് മെൻസറേഷനിൽ നിന്നുള്ള ചോദ്യങ്ങളായിരുന്നു ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. നമുക്കിപ്പോൾ ഈ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഒറ്റ പരീക്ഷ ആയതുകൊണ്ട് ഡിഫറെൻറ്റ് സ്റ്റേജസിൽ എക്സാം നടക്കാമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓരോ സ്റ്റേജിൽ ചിലപ്പോൾ ഓരോ ഏരിയാസ് കൂടുതൽ ഫോക്കസ് ചെയ്തും ചോദ്യങ്ങൾ ചോദിക്കാം. നമുക്ക് ഇന്നത് തന്നെ ഇന്നത് എല്ലാത്തിനും ഓരോന്നുള്ള രീതിയിനേക്കാൾ ഉപരി ചിലപ്പോൾ ഓരോ ഏരിയാസ് കോൺസെൻട്രേറ്റ് ചെയ്ത് വരാം, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ജ്യാമിതീയ രൂപങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ചുറ്റളവ്, പെരിമീറ്റർ, വിസ്തീർണം, സർഫസ് ഏരിയ, വ്യാപ്തം, വോളിയം, ഈ പറയുന്നത് ഓരോ ജ്യാമിതീയ രൂപങ്ങൾക്കും ഓരോ ഫോമുലാസ് ഉണ്ട്. നിങ്ങൾക്ക് ബേസിക്കായിട്ട് അറിയാം. ട്രയാങ്കിൾ, സ്ക്വയർ, റോംബസ്, അതുപോലെ സ്ഫിയർ, സിലിണ്ടർ, ഇതിനൊക്കെ ഓരോന്നിനും ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ബേസിക്കായിട്ട് അറിയാവുന്നത് കുറേ കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ട്രയാങ്കിളിൻ്റെ, റെക്ടാങ്കിളിൻ്റെ, സ്ക്വയറിൻ്റെ ഒക്കെ അറിയുന്നവരുണ്ട്. അതൊന്നും പിന്നെ നമ്മൾ നോക്കി സമയം കളയണ്ട. നമുക്ക് അറിയാത്ത അല്ലെങ്കിൽ എന്താണ് സ്വാഭാവികമായിട്ട് നമ്മൾ ഓർത്തിരിക്കാൻ സാധ്യതയില്ലാത്ത കുറേ ജ്യാമിതീയ രൂപങ്ങളുടെ ഇക്വേഷൻസ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഫ്രഷ് ആയിട്ട് തുടങ്ങുന്നവർ അതൊന്ന് കൃത്യമായിട്ട് പഠിച്ചു പോകാം. നിങ്ങൾക്ക് ബേസിക്കായിട്ട് അറിയാവുന്നതിൻ്റെ ജസ്റ്റ് നോക്കിയതിന് ശേഷം ഓരോ ദിവസവും ഓരോ ജ്യാമിതീയ രൂപത്തിൻ്റെയും ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി 2 ജ്യാമിതീയ രൂപങ്ങളുടെ ഒരു ദിവസം പഠിക്കാൻ പറ്റുന്നവർ അങ്ങനെ പഠിക്കും. 2 വെച്ച് പഠിക്കാൻ പറ്റുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം കേട്ടോ. കൂടുതൽ ടൈം ഞാൻ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറയില്ല. അപ്പോൾ ഇതിനായിട്ട് ലാറ്ററൽ സർഫസ് ഏരിയ, വോളിയം, ഇതൊക്കെ ഒരു ഫോമുലയാണ്. ആ ഫോമുലയിൽ ജസ്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കിട്ടുന്ന കാര്യങ്ങളാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ഇതൊക്കെ കണക്ട് ചെയ്ത് ക്ലബ് ചെയ്ത് വരാവുന്ന തരത്തിലുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. അതിന് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കണം, കുറേയധികം പ്രോബ്ലംസ് കാണണം. പിന്നെ CRTയിലൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളതൊന്ന് മനസ്സിലാക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആദ്യം ഇതിൻ്റെ ബേസിക് മനസ്സിലാക്കുക, ഫോമുലാസൊക്കെ ബൈ ഹാർട്ട് ചെയ്യുക. അതിന് ഓരോ ദിവസം ഒന്നില്ലെങ്കിൽ 1 അല്ലെങ്കിൽ 2 ജ്യാമിതീയ രൂപങ്ങളുടെ എന്നുള്ള രീതിയിൽ പഠിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ ടൈം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, അങ്ങനത്തെ രീതിയിൽ പഠിക്കാം. പിന്നെ പ്രോഗ്രഷൻ ഫോമുലാസ് ഉണ്ട്. നമുക്ക് AP, GP ഇതൊക്കെയാണല്ലോ. AP എന്നാണ് കൂടുതലും, അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ് കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഇടയ്ക്കൊക്കെ GPയുടെയും കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനും അതെ ഇക്വേഷനാണുള്ളത്. ഇക്വേഷൻ പഠിക്കുക. പഠിച്ചതിന് ശേഷം അതിപ്പോൾ നിങ്ങളൊരു റാങ്ക് ഫയൽ നോക്കുകയാണെങ്കിൽ, ഒരു ബുക്ക് നോക്കുകയാണെങ്കിൽ, മാത്സിൻ്റെ ഫോമുലാസൊക്കെ ഇതാക്കുന്ന ബുക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ കാണാൻ പറ്റും. അത് പിന്നെ അതെങ്ങനെ അപ്ലൈ ചെയ്യണം. നമ്മൾ ചിലപ്പോൾ അതായത് ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇക്വേഷൻ അറിയാമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ പലപ്പോഴും നമുക്ക് ഈ ഡയറക്റ്റ് ഇക്വേഷൻ അറിയാവുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കില്ല വരിക. നമുക്ക് കുറച്ച് ട്വിസ്റ്റുകളും ടേൺസും ഒക്കെ ഉള്ള ചോദ്യമായിരിക്കും തരാം. അപ്പോൾ ഇതെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ, അതിന് കൂടുതൽ എന്ത് ചെയ്യണം, പ്രോബ്ലംസ് ചെയ്ത് നോക്കണം. ഓരോ ചോദ്യ പേപ്പറിൽ എങ്ങനെയുള്ളതാണ് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം. കൂടുതലും നമ്മൾ മനസ്സിലാക്കേണ്ട ഏരിയയാണ് ഈ പറഞ്ഞതൊക്കെ തന്നെ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞത്. ഇത് കൃത്യമായിട്ട് നോക്കാൻ, അതായത് ഒരു ഐഡിയ ഇല്ലാത്തവർ കൃത്യമായിട്ട് നോക്കേണ്ട രീതിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോസൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഏരിയാസൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി എടുക്കുക, ഒന്ന് എഴുതിയെടുക്കുക കേട്ടോ. എല്ലാത്തിൻ്റെയും ഇക്വേഷൻസും ടൈപ്പുകളും നല്ല വൃത്തിയിലൊരു ബുക്കിൽ എഴുതിയെടുക്കുക. മാത്സിൻ്റെ നിങ്ങൾക്ക് എന്തായാലും ഭാവിയിലോട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇനി എന്നെക്കൊണ്ടാവുന്നത് ഞാൻ എന്ത് ചെയ്യാം, കുറച്ച് പ്രോബ്ലംസ് എന്തെങ്കിലും ടഫ് ആയിട്ടുള്ളതോ റെയർ ആയിട്ടുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഓക്കെ, ഡിസ്കഷനായിട്ട് നോക്കാം. അപ്പോൾ മാത്സിൻ്റെ ഇത്രയും ഒരു ഏരിയ, അതായത് ലഘുഗണിതം എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ കുറേയധികം ടൈം ആയില്ലേ. അപ്പോൾ ഞാനതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞെന്നുള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് വിചാരിക്കേണ്ടാവും ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ഞാൻ ജസ്റ്റ് അറിയാത്തവരുണ്ടെങ്കിലുള്ള കാര്യമാണ് കേട്ടോ പറഞ്ഞത്. അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ മാത്സ് നോക്കാനുള്ള വഴികളാണ് ഞാൻ പറഞ്ഞത്. കൃത്യമായിട്ട് ഒരു പ്രാവശ്യം നമ്മൾ പഠിച്ചാൽ നല്ല രസത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ സാധിക്കും. പക്ഷേ കൃത്യമായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ മനസ്സിലാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിലിപ്പോൾ നമ്മൾ കൂടുതൽ ചെയ്യണം. സ്പീഡ് എന്ന് പറയുന്നത് വലിയൊരു ഘടകം. നമ്മൾ എത്ര മാത്സ് പഠിച്ചാലും നമുക്ക് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാൻ പോലും സമയം കിട്ടില്ല. ഓക്കെ, 1.25 മണിക്കൂറിനുള്ളിലാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അതിന് കുറേയധികം കാര്യങ്ങൾ ചെയ്ത് തന്നെ പഠിക്കണം. ഇപ്പോൾ ബാങ്ക് പരീക്ഷയ്ക്ക് എഴുതിയിട്ടുള്ളവരാണെങ്കിൽ കൂടുതലും മാത്സിൻ്റെയൊക്കെ കാര്യം കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അധികം പ്രോബ്ലംസ് ആയാലും മെൻ്റൽ എബിലിറ്റി ആണെങ്കിലും ഒക്കെ ഉണ്ട്. അത് കൂടുതൽ ചെയ്ത് ശീലമുള്ളവരുണ്ടാവും. പക്ഷേ ഇത് ഒട്ടുമേ വഴങ്ങാത്തവരുണ്ട്, ഇപ്പോഴും സ്ലോ ആയിട്ട് ചെയ്യുന്നവരുണ്ട്, പെട്ടെന്നൊരു ആൻസറിലോട്ട് എത്താൻ പറ്റാത്തവരുണ്ട്. അപ്പോൾ അവരെ ചെയ്യാൻ കൂടുതലും എന്ത് ചെയ്യാം, നല്ലവണ്ണം ചെയ്ത് പഠിക്കും. ഇപ്പോൾ ചിലവരുണ്ട്, എനിക്ക് എന്താണ് എല്ലാവരും എന്നല്ല, ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ മാത്സ് ആദ്യം ചെയ്യാൻ ശ്രമിക്കുന്നവരുണ്ട്. തെറ്റില്ല, പക്ഷേ നമുക്ക് ഏതെങ്കിലും കുറേയധികം വായിച്ച് ഡിസ്ക്രിപ്റ്റീവായിട്ട് കുറേയുള്ള ഒരു ചോദ്യമാണെങ്കിൽ നമ്മൾ വായിച്ച് ചോദ്യത്തിൻ്റെ ഉത്തരമൊക്കെ തപ്പിയെത്തുമ്പോൾ ബാക്കിയുള്ള തിയറി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നമുക്ക് സമയം കിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാത്സ് ആദ്യം ചെയ്യുള്ളൂ എന്നുള്ള വാശിയിലൊന്നും ഇരിക്കേണ്ട. നമുക്ക് ഇപ്പോൾ എളുപ്പമുള്ളവരാണെങ്കിൽ, മാത്സ് എളുപ്പമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ ഇതാക്കണ്ട. പകരം എനിക്ക് തോന്നിയിരിക്കുന്നത് നമ്മൾ നോർമലി തുടക്കത്തിൽ നിന്ന് നോക്കി വരിക, എളുപ്പമുള്ളത് ആദ്യം ആൻസർ ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ എളുപ്പമുള്ളത് ആദ്യം ആൻസർ ചെയ്ത് പോവുക. നമുക്ക് ഡൗട്ടുള്ളതൊന്ന് പെൻഡിങ്ങിൽ ഇട്ടേക്കാം. ഓക്കെ, ചാടിക്കറി ഉടനെ ആൻസർ ചെയ്യാൻ നിൽക്കണ്ട. നമ്മൾ ഒരു റൗണ്ടും കൂടെ പിന്നെ നോക്കുമ്പോൾ നമുക്ക് അതിന് ആ ഒരു പെൻഡിങ്ങിൽ ഇട്ടതിൻ്റെ ആൻസറിലോട്ട് എത്താൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഇങ്ങനെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനതൊക്കെ ചെയ്ത് ശീലമുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഫ്രഷ് ആയിട്ട് കുറേ പേര് എഴുതുന്നവരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും പറയുന്നത്. ഇനി അറിയാവുന്ന ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അത് നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങളുടേതായ രീതിയിലുള്ള ഇതുണ്ടാവും. ആ ഒരു രീതി കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതികളൊക്കെ ഇപ്പോൾ ഓരോരുത്തർക്കും ഒരു ഇതുണ്ടാവുമല്ലോ, ഇങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നവർ. ഓക്കെ,
പെട്ടെന്ന് നമുക്ക് ഉത്തരത്തിലെത്താൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക, മാത്സ് പ്രോബ്ലംസ് പരിശീലിക്കുക. അതിന് ഏറ്റവും നല്ല കാര്യം ഇതുവരെയുള്ള എന്താണ് ഇത് PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എത്രത്തോളം കളക്ട് ചെയ്യാൻ പറ്റും അത്രത്തോളം എന്താണ് ചെയ്ത് നോക്കുക. എല്ലാത്തിലും മാത്സ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടാകും. ആ ഒരു ഏരിയ നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. പഠിച്ചാൽ നമുക്ക് ഫുൾ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് എന്ത് മാത്സ് എന്ന് പറയുന്നത്. ബാക്കിയുള്ളതുപോലെ നമുക്ക് മാത്സ് ഇംഗ്ലീഷ് മലയാളം പൊതുവെ എല്ലാവരും അതിൻ്റെ ബേസിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ സ്കോർ ചെയ്യാമെന്ന് പറയാനുള്ളത്. അപ്പോൾ മാത്സും അങ്ങനത്തെ ഒരു ഏരിയ തന്നെയാണ്. പക്ഷേ നമ്മൾ പരിശീലിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ മിക്കതിലും കണ്ടിട്ടില്ലേ, ചിലവർ പറയാറുണ്ട് മാത്സ് ഇംഗ്ലീഷ് മലയാളം സെറ്റാണെന്ന് പറയാറുണ്ട്. അപ്പോൾ ആ ഒരു 30 മാർക്ക് അവിടെ എന്താണ് ഓക്കെയാണ് അവർക്ക്, ബാക്കിയുള്ളത് മാത്രം 70 മാർക്കിന് പഠിച്ചാൽ മതി. അപ്പോൾ അങ്ങനത്തെ ഒരു ലെവലിലോട്ട് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ മാത്സ് ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യുക, ഇപ്പോഴേ ഇതൊക്കെ സമയമെടുത്ത് കൃത്യമായിട്ട് പഠിച്ചെടുക്കുക. പെട്ടെന്ന് പഠിച്ചെടുക്കാൻ നോക്കണ്ട, പകരം സമയമെടുത്തിട്ടാണെങ്കിൽ ക്ലിയർ ആയിട്ട് പഠിക്കുക. കുറേ നേരം ഒരു കാര്യത്തിന് വേണ്ടി എടുക്കരുത്. ഡൗട്ട് ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോവുക. യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരോടെങ്കിലും ചോദിച്ചിട്ടാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യുക, ക്ലിയർ ആക്കി പോവുക. അപ്പോൾ മെൻ്റൽ എബിലിറ്റിയുടെ കാര്യം എനിക്കിപ്പോൾ പറയാൻ സാധിച്ചിട്ടില്ല, കാരണം അതിലത്തെ സീരീസിനെ കുറിച്ചൊക്കെ കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. സീരീസൊക്കെ ഇപ്പോഴും സീരീസ് പ്രോബ്ലംസ് ടഫായിട്ടുള്ളവരുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇടയ്ക്ക് സീരീസൊക്കെ ടഫ് ആകാറുണ്ട്. ഓട് വൺ ഔട്ട്, ഡയറക്ഷൻ ഇതൊക്കെ. അപ്പോൾ അതിൻ്റെ ഏരിയ പിന്നെ ഇംഗ്ലീഷ് മലയാളമാണ് പറയാനുള്ളത്. അത് ഞാൻ നെക്സ്റ്റ് ഇതിൽ പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.